ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവന് ജീവിക്കുവാനുള്ള കാലം, അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും അത് മനുഷ്യന് വസിക്കുവാനുള്ള കാലമാണ്. രാവിൻ്റെയും പകലിൻ്റെയും സൃഷ്ടിപ്പിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചേർത്ത് പറയലിൽ നമ്മെ പഠിപ്പിക്കുന്നത്. മിൻഹാ ഖുലിഖ്നാ വകാനത് ഉമ്മനാ ഖുലിഖത് വനഹ്നു അബ്നാഉഹാ ലൗ അന്നനാ ശുക്റു ഹിയൽ ഖറാറു ഫമാ നബ്ഗി ബിഹി ബദലൻ മാ അർഹമൽ അർള ഇല്ലാ അന്നനാ കുഫുറു. ഒരു കവിയുടെ ഭാവനയാണിത്. ഭൂമിയിൽ നിന്നാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ഭൂമി നമ്മുടെ മാതാവാണ്, അതും സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ ഭൂമിയുടെ മക്കളാണ്. നമ്മൾ നന്ദിയുള്ളവരാണ് എങ്കിൽ ഈ ഭൂമിയാണ് നമുക്ക് വാസസ്ഥാനം. ഇതിന് പകരം നമ്മൾ മറ്റൊരിടം ആഗ്രഹിക്കുന്നേ ഇല്ല. മാ അർഹമൽ അർദ്, ഭൂമി എത്ര കരുണാമയമാണ്. ഇല്ല അന്നന കുഫ്റു, പക്ഷേ നമ്മൾ നന്ദികേട് കാണിക്കുന്നവരുമാണ്. ഭൂമിയാകുന്ന ഈ ഒരനുഗ്രഹം എത്രമേൽ എന്ന് വായിക്കുവാനാണ് കവി ഇത് പറയുന്നത്. ഈ ഭൂമി നമുക്കൊരിക്കലും നിത്യവാസത്തിനുള്ളതല്ല. എന്നിട്ടും ഈ ഭൂമിയെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. വസിക്കുവാൻ, താമസിക്കുവാൻ, മറ്റൊരിടം ഈ ഭൂമിക്കപ്പുറം നമ്മൾ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂമി നിത്യവാസത്തിനിടമില്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് ഇത്ര തൽപരനാകുന്നത് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ലിഅന്നഹു മിൻഹാ ഖുലിഖ് ഫഹിയ ഉമ്മുഹു, കാരണം ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, അതവൻ്റെ മാതാവാണ്. വഫീഹാ ഉലിദ ഫഹിയ മഹ്ദുഹു, ഈ ഭൂമിയിലാണ് അവൻ പ്രസവിക്കപ്പെട്ടത്, ഈ ഭൂമി അവനുള്ള മടിത്തട്ടാണ്. വഫീഹാ നശ ഫഹിയ ഉഷുഹു, ഈ ഭൂമിയിലാണ് അവൻ വളർന്നു വലുതായത്, അതുകൊണ്ട് ഈ ഭൂമി അവൻ്റെ കൂടാകുന്നു. വഫീഹാ റുസിഖ്, ഈ ഭൂമിയിലാണ് അവന് അന്നം കനിയപ്പെടുന്നത്. ഫഹിയ ഐഷുഹു, അവൻ്റെ ജീവിതം ഈ ഭൂമിയാണ്. വഇലൈഹാ യഊദ് ഫഹിയ കിഫാത്തുഹു, ഈ ഭൂമിയിലേക്കാണ് അവന് മരിച്ചു മടങ്ങാനുള്ളത്. അവന് മരിച്ചാൽ ഉൾക്കൊള്ളുന്ന ഇടമാണ് ഈ ഭൂമി. വഹിയ മമറു സാലിഹീൻ ഇലൽ ജന്ന, സജ്ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നടന്നു കയറുവാനുള്ള നടവഴിയാണ് ഈ ഭൂമി. അതുകൊണ്ടാണ് മനുഷ്യന് ഈ ഭൂമിയോട് ഇത്രമാത്രം ഇമ്പവും കമ്പവും എന്ന് ഒരു ദാർശനികൻ പറയുകയുണ്ടായി. ഞാനിത് ഇവിടെ കേൾപ്പിച്ചത്, കവിതയും ഇവിടെ കേൾപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ വിധാനിച്ചാണ് ഈ ഭൂമിയെ പടച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുവാനാണ്, ചിന്തിക്കുവാനാണ്. നമുക്ക് വസിക്കുവാൻ സ്ഥലവും ഇടവും വേണം. അപ്രകാരം നമുക്ക് കാലവും സമയവും വേണം. സ്ഥലവും ഇടവുമാണ് വാനങ്ങളും ഭൂമിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന ഈ തുടക്കത്തിൽ ഈ രണ്ടിടങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് വസിക്കുവാനുള്ള കാലത്തെയും സമയത്തെയുമാണ്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആ സമയവും കാലവുമാണ് രാവും പകലും. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ അത്ഭുതകരമാം വിധം, ധാരാളമാം വിധം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്.